അന്യായമായ ഗതാഗത നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന സംഗമത്തിൽ മലബാറിലെ 5 ജില്ലകളിൽ നിന്നുള്ള ബസ് ഉടമകളും ജീവനക്കാരും പങ്കെടുത്തു. സ്വകാര്യ ബസ് ഉടമകളോടും ജീവനക്കാരോടും ക്രിമിനലുകൾ എന്നതുപോലെയാണ് സർക്കാർ സംവിധാനങ്ങൾ പെരുമാറുന്നതെന്ന് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ തോമസ് വ്യക്തമാക്കി. മന്ത്രിമാരും അതുപോലുള്ള ആളുകളും ഒക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും നമ്മൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ക്രിമിനലുകളാ. നമുക്കറിയണ്ടേ, നിങ്ങൾ കണ്ടോ, ഏറ്റവും അടുത്ത ദിവസം നമ്മുടെ ബഹുമാനായ മന്ത്രിയുടെ പരിഷ്കാരങ്ങൾ വന്നു. പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവറായി പോകണമെങ്കിൽ അവൻ PCC എടുക്കണം, പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും വർഷമായി ആദ്യം കേൾക്കുന്ന ഒരു പരിപാടിയാ. നമ്മൾ കേട്ടിട്ടുണ്ട് SI സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം PCC എടുക്കും. ED പോലെയുള്ള പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ ആളുകളെ എടുക്കുമ്പോൾ അവർക്കൊക്കെ PCC എടുക്കാറുണ്ട്. പക്ഷേ ഒരു പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറോ കണ്ടക്ടറോ ആകണമെങ്കിൽ അവൻ PCC എടുത്തുകൊണ്ട് വരണം. അതായത് അവൻ ഇതുവരെ ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതിയായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റുമായി വരണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടത്താനിരിക്കുന്ന അനിശ്ചിതകാല ബസ് പണിമുടക്കിന്റെ ആദ്യപടി എന്ന നിലയിലാണ് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ മേഖലാ തലങ്ങളിൽ പ്രതിഷേധ സംഗമം നടത്തുന്നത്. ഇതിൽ ആദ്യത്തെ പ്രതിഷേധ സംഗമമാണ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്നത്. അന്യായമായ ഗതാഗത നയം പിൻവലിക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം പരിസരത്ത് നിന്നും പ്രകടനമായാണ് ബസ് ഉടമകളും ജീവനക്കാരും മുതലക്കുളം മൈതാനിയിൽ എത്തിയത്. മേഖലാ പ്രതിഷേധ സംഗമങ്ങൾ പൂർത്തിയായാൽ ഏപ്രിൽ 7-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. ഈ മാർച്ചിൽ വെച്ചാണ് അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിക്കുക. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവരാണ് മുതലക്കുളത്ത് നടന്ന പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തത്. സംസ്ഥാന സെക്രട്ടറി ഹംസ ഏരികുന്നൻ, നേതാക്കളായ KT വാസുദേവൻ, MP ഹരിദാസ്, TK ബീരാൻകോയ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.